الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. صدق الله مولانا العظيم. لو توكلتم على الله حق توكله لرزقكم كما يرزق الطير تغدو خماصا وتروح بطانا. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ ശഅബാനിന്റെ ഒടുവിലെ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിലാണ് നാം ഈ നിസ്കരിച്ചിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ നിസ്കാരവും നമ്മുടെ ദുആവും നമ്മുടെ തഅല്ലുമ എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്ത് ബറക്കത്ത് തരട്ടെ. അതിവിശിഷ്ടമായ റമളാനിലേക്ക് പരിശുദ്ധിയോടെ പവിത്രതയോടെ നമ്മളെ എല്ലാവരെയും അല്ലാഹു എത്തിക്കുകയും വേണ്ടതുപോലെ വരവേറ്റ് ധന്യമാക്കാൻ നമുക്ക് അവർക്കും ഭാഗ്യം നൽകുകയും ചെയ്യട്ടെ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ സതുപദേശങ്ങളുടെ കൂട്ടത്തിൽ 99ാമത്തെ ഉപദേശമാണ് ഇന്ന് കേൾപ്പിക്കുന്നത്. നമ്മളെ രക്ഷപ്പെടുത്തുന്ന കുറേ വിശ്വാസങ്ങളും നിലപാടുകളും കർമ്മങ്ങളും ഒക്കെയുണ്ട്. അതിൽ അതിമഹത്തായ രക്ഷകാരിയാണ് തവക്കുൽ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അനിവാര്യമാണ്. തവക്കുല് വേണം. ഇന്നിപ്പോൾ നിങ്ങൾ സുബഹിക്കുള്ള ദുആ കേട്ടിട്ടുണ്ടാകും. പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നത് തന്നെയാണ്. മിക്കവാറും സുബഹി നിസ്കാരാനന്തരമുള്ള കൂട്ടുപ്രാർത്ഥനയിൽ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് കേൾക്കാറുണ്ടല്ലോ. തവക്കുലിൻ്റെ വാക്യമാണ് ഈ തവക്കുല്. നമ്മൾ നേരം വെളുത്ത് നിസ്കരിച്ച് ഓരോരുത്തർ അവരവരുടേതായ വിഷയങ്ങളിൽ ഏർപ്പെടാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്കുണ്ടാവേണ്ട പ്രാർത്ഥന അതാണ്. ആ പ്രാർത്ഥന മനസ്സിലേക്ക് കൂടി ഇറക്കണമെന്നാണ് ഇന്നത്തെ ക്ലാസ്. തവക്കുല് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. ഭാരമല്ല, അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക എന്നാണ് തവക്കുലിന് മലയാളത്തിൽ പറയാം. എന്താണ് ഈ തവക്കുല്? മഹാനവറുകൾ അത് വിശദീകരിച്ച് പറഞ്ഞു. യഖീലുൽ ഖൽബി, ഹൃദയത്തിന് ഉറപ്പുണ്ടാകുക എന്നുള്ളതാണ് തവക്കുല്. എന്തുറപ്പ്? ബി അന്നൽ ഉമൂറ കുല്ലഹാ ബിയദില്ലാഹ്, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ കയ്യിലാണ്. വഫി ഖബ്റതിഹി, അല്ലാഹുവിന്റെ പിടുത്തത്തിലാണ്. വഅന്നഹു ലാ ضار വലാ നാഫിഅ വലാ മുഅ്തിയ വലാ മാനിഅ ഗൈറുല്ലാഹ്. ഉപദ്രവം ചെയ്യുന്നവനും ഉപകാരം ചെയ്യുന്നവനും നൽകുന്നവനും തടയുന്നവനും അത് അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. അപ്പൊ നമുക്ക് എന്ത് ഉപകാരം കിട്ടണമെങ്കിലും അല്ലാഹു കനിയണം. ഇനി വല്ല ഉപദ്രവം നമ്മൾ ഏൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഖലാഇൽ ഉണ്ടാവണം. നമുക്ക് വല്ലതും കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കിട്ടേണ്ടത് നൽകപ്പെടാതെ തടസ്സപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ചാലക ശക്തി ആരാണ്? അല്ലാഹുവാണ്. അപ്പൊ അല്ലാഹുവിൽ നിന്നും മാത്രമാണ് നമുക്കെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. ഇതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. അപ്പൊ റബ്ബിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ച് നമ്മൾ അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി എന്തെങ്കിലും വിഷമം വന്നാലും റബ്ബിന്റെ ഖലായിൽ എനിക്ക് അങ്ങനെ ഉണ്ട്, സമാധാനിക്കാൻ കഴിയും. വല്ല അനുഗ്രഹങ്ങളും കിട്ടിയാലോ അല്ലാഹു നൽകിയിട്ടുള്ളതാണ്, അൽഹംദുലില്ലാഹ്. ഇങ്ങനെയുള്ള മനുഷ്യൻ, അടിമയുടെ, ദാസന്റെ ഹൃദയം എപ്പോഴും റബ്ബിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നതാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഈ തവക്കുല് നമുക്ക് നന്നായിട്ട് ഉണ്ടാവണം. ഈ വിചാരത്തിൽ മനസ്സ് സമാധാനപ്പെടും. അള്ളാഹു നൽകുന്ന ദാനങ്ങളിലും അള്ളാഹു നൽകിയ ഗ്യാരണ്ടി ഉറപ്പിലും നമ്മുടെ മനസ്സ് ശാന്തത കൊള്ളും. അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. അമ്പിയാ മുർസലീങ്ങൾ എല്ലാവരും ഏറ്റവും ഉയർന്ന ഗ്രേഡിലുള്ള തവക്കുലിന്റെ ആളുകളാണ്. തവക്കുലിന് തന്നെ ഒരുപാട് ഗ്രേഡുണ്ട്. അമ്പിയാക്കളുള്ള തവക്കുലൊന്നും നമുക്ക് കിട്ടൂല.
നമുക്ക് അതിൻ്റെ ഒക്കെ ഒരു മിഡിൽ ലെവലിൽ അല്ലെങ്കിൽ ലോ ലെവലിലൊക്കെ ഉള്ള തവക്കൽ നമുക്കൊക്കെ ഉണ്ടാവും. അമ്പിയാക്കളുടെ തവക്കല് ടോപ്പ് ലെവൽ തവക്കലാണ്. ആ തവക്കുൽ അവർ പ്രകടിപ്പിച്ചിരുന്നൊരു വാചകമുണ്ട്. അത് നമ്മളും ദിക്റായി ചൊല്ലുന്നുണ്ട്. ഇന്നും നമ്മുടെ ദുആയുടെ അവസാനത്തിൽ അത് കൊണ്ടുവന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇത് അമ്പിയാക്കൾ ചൊല്ലിയ തവക്കുലിന്റെ പ്രകടനമാണ്, അവരുടെ മന്ത്രമാണ്. ഹസ്ബുനല്ലാഹ്, അല്ലാഹ് നമുക്ക് മതിയായവനാണ്. വ നിഅമൽ വകീൽ, എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാൻ ഫസ്റ്റായവനാണ് അല്ലാഹ് എന്നുള്ള തവക്കുലിന്റെ പ്രഖ്യാപനം. ഇത് അംബിയാ മുർസലീങ്ങൾ എല്ലാവരും ചൊല്ലിയിട്ടുള്ളതാണ്. ആ ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളൊരു മുഅ്മിനായ മനുഷ്യനല്ലേ. അമ്പിയാക്കൾ ചൊല്ലിയ ദിക്ർ ആ പവിത്രമായത് നമ്മുടെ നാവിലൂടെ ഉരുവിടുമ്പോ നമ്മളും ആ അമ്പിയാക്കളോട് ചേർന്ന് നിൽക്കുകയാണ്. ഒരു ആദർശത്തിൽ, ഒരു വിശ്വാസത്തിൽ, ഒരു പ്രാർത്ഥന മന്ത്രം ഉരുവിടുന്നത്. അപ്പൊ നമ്മൾ ആരൊക്കെ ടച്ച് ചെയ്തു? അമ്പിയാക്കളും മാത്തുക്കളും ഒക്കെ ആയിട്ട് ടച്ച് ചെയ്യാണ്. അപ്പൊ ഈ വാക്യം നമ്മുടെയും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കണം. ഈ ദിക്റുകൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണമാണ് നമ്രൂദിന്റെ അഗ്നികുണ്ഡം. ആ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലിയ ദിക്ർ ഇതായിരുന്നു: ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. കുടുങ്ങണ ഘട്ടത്തിൽ ഈ പ്രഖ്യാപനം. പക്ഷേ ഖലീലുല്ലാഹിയുടെ ഒരു രോമത്തിന് പോലും കരിയേണ്ടി വന്നിട്ടില്ല, തീപ്പെട്ടു പോയിട്ടില്ല. അത്രയും സുരക്ഷയും കാവലും ഖലീലുല്ലാഹിക്ക് കിട്ടി. എല്ലാം റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുന്ന ഒരു പ്രകൃതം അമ്പിയാക്കളുടേതാണ്. ഇനി നമ്മുടെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികൾ ഉഹദ് യുദ്ധം ഏറെക്കുറെ പ്രയാസങ്ങൾ വന്നു. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു പോയി, ഷഹീദായി. ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റിട്ടുള്ള യുദ്ധമാണ് ഉഹദ് യുദ്ധം. ആ ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഒരു കൂട്ടർ വന്നിട്ട് പറയുന്നത്: നിങ്ങൾ കരുതിക്കോളി, അബൂ സുഫിയാനും കൂട്ടരും നിങ്ങളെ വെച്ചേക്കൂല, നിങ്ങൾക്കെതിരെ ശക്തമായി സംഘടിച്ച് അവർ വരുന്നുണ്ട് എന്ന് പറയാണ്. ഉഹദ് യുദ്ധത്തിൽ ഏറ്റ ക്ഷീണത്തിന്റെ പുറമെ ഉടനെയാണ് ഈ വാക്യം കേൾക്കുന്നത്: നിങ്ങൾക്കെതിരെ ശത്രുക്കൾ സംഘടിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ പഠിച്ചോനെ ഇത് അനുഭവപ്പെട്ട തന്നെ കുറച്ച് കഷ്ടപ്പാട്, അതിന്റെ ക്ഷീണം തന്നെ തീർന്നിട്ടില്ല എന്ന് പറയേണ്ടതിന് പകരം അന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും പറഞ്ഞൊരു വാക്യം പരിശുദ്ധ ഖുർആനിലെ ആലു ഇംറാനിന്റെ 173-ാമത്തെ സൂക്തം പറയുന്നുണ്ട്: ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു: ഇതാ അവരൊക്കെ നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട്, ഫഖ്ശൗഹും, അവരെ നിങ്ങൾ പേടിക്കണം കേട്ടോ എന്ന് വന്ന് പറഞ്ഞപ്പോ ഫസാദഹും ഈമാനാ, മുത്തുനബിക്കും സഹാബത്തിനും ആ കേൾവി ഈമാൻ വർദ്ധിക്കാൻ ഇടയാക്കി. വഖാലൂ, അവർ പറഞ്ഞു, നബിയും സഹാബത്തും പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഒരു പ്രശ്നവുമില്ല, അങ്ങനെ വരികയാണെങ്കിൽ വരട്ടെ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നമുക്ക് അല്ലാഹു എത്രയോ മതിയായവനാണ്. ഭരമേൽപ്പിക്കാൻ, വക്കീലാക്കാൻ ഏറ്റവും പറ്റിയ ആളല്ലേ. നമുക്ക് എന്തൊരു ബേജാറ്. കേസ് വാദിക്കുന്ന നല്ലൊരു വക്കീലുണ്ടെങ്കിൽ നമുക്ക് ബേജാറുണ്ടാവില്ല. നമ്മുടെ വിഷയം ഏറ്റെടുത്ത് നടത്തി തരാൻ അല്ലല്ലേ, പിന്നെ എന്തിനു ബേജാറ്. അപ്പൊ ക്ഷീണിതരായിട്ട് പോലും അവർ ഒരു വിഷയത്തിലും അള്ളാഹുവിനുള്ള തവക്കുൽ വിട്ടൊഴിഞ്ഞിട്ടില്ല. നബിയും സഹാബത്തും അത് പ്രഖ്യാപിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സലഫ് സാലിഹീൻ, നമ്മുടെ ഏറ്റവും മുൻപന്തിയിലുള്ള ആ മഹത്തുക്കൾ പറയാണ്: മൻ റളിയ ബില്ലാഹി വക്കീലൻ, അല്ലാഹുവിനെ ഒരാൾ വക്കീലായി തൃപ്തിപ്പെട്ടാൽ വജദ ഇലാ കുല്ലി ഖൈരിൻ സബീല, എല്ലാ നന്മയിലേക്കും ഒരു തുറന്ന വഴി അതുകൊണ്ടുണ്ടായിത്തീരും. നമുക്ക് കേസുണ്ട്, കോടതി പോകണം, സ്റ്റേഷനിൽ പോകണം, ഇങ്ങനത്തെ പ്രതിസന്ധി മനസ്സിനെ വല്ലാതെ എടുക്കുന്ന ഘട്ടങ്ങളാണ്. അപ്പോഴൊക്കെ നമുക്ക് ഉരുവിടാനുള്ള മന്ത്രം ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നോക്കൂ, നിങ്ങൾ സലഫ് സാലിഹ്യങ്ങൾ പറയുന്നു, ഒരാള് അള്ളാഹുവിനെ വക്കീലായി തൃപ്തിപ്പെട്ടാൽ അവന് എല്ലാ കഴിവിലേക്കും തുറന്ന വാതിലുണ്ടാവും, ഒരു പ്രശ്നമില്ല. അപ്പൊ റബ്ബിനെ വക്കീലാക്കണം അള്ളാഹു. ഒരു കേസ് വാദിക്കാൻ വക്കീൽ ഏറ്റവും നല്ല വക്കീലാണോ, ആ കേസ് നമുക്ക് വിജയിച്ചു.
ഇതുപോലെ അള്ളാഹു ഏറ്റവും വലിയ നല്ല വക്കീലാണ്. അവനിലേക്ക് നമ്മൾ കാര്യം ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മളുടെ മനസ്സ് എപ്പോഴും തയ്യാറാവണം. കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ അള്ളാഹു വെച്ച കാര്യകാരണങ്ങളുണ്ട് ദുനിയാവിൽ. നമ്മൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ട് പണിയെടുക്കാതിരിക്കാനല്ല ഈ തവക്കുൽ നമ്മളോട് പറയുന്നത്. അള്ളാഹു ചില സംവിധാനങ്ങൾ, ചില നിശ്ചയങ്ങൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോ ഭക്ഷണം അള്ളാഹു തരുന്നവനാണ്. പക്ഷേ ഓരോരുത്തരുടെ വായിലേക്കും സമയമാവുമ്പോൾ അള്ളാഹു കൊണ്ടുവന്ന് വായിലേക്ക് ഭക്ഷണം തിരുകി തരുന്നുണ്ടോ? ഇല്ല. ആ ഭക്ഷണം നമ്മുടെ വായിലേക്ക് എത്താൻ ആവശ്യമായ ഭൗതിക ലോകത്തെ കാര്യകാരണങ്ങളുമായി നമ്മൾ ബന്ധപ്പെടണം. പണി പഠിക്കണം, പണിയെടുക്കണം, പണം വാങ്ങണം, അതിന് ഭക്ഷണ സാധനം എത്തിക്കണം, എന്നിട്ടത് പിന്നെ പാചകം ചെയ്യണം, എന്നിട്ടത് കഴിക്കണം. അപ്പോഴേ വായിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഇത്രയും ഘടകങ്ങൾ അതിന്റെ പിന്നിൽ ഷോർട്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്യണ്ടേ? അതൊക്കെ ചെയ്യണം. ഇതൊന്നും ചെയ്യാതെയുള്ള തവക്കുലാണോ? അത് നമുക്ക് പറ്റൂല. ചില ആളുകൾ ഭക്ഷണമല്ലേ ഭക്ഷണം തരുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ കുത്തിരുന്നാൽ ആര് കൊണ്ടെടുക്കും ഭക്ഷണം? അതിന്റെ മാർഗങ്ങളുമായി ബന്ധപ്പെടണം. മാർഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അപ്പോഴാണ് അവർ വഴി തുറന്നു തരുന്നത്. നോക്കൂ നിങ്ങൾ, അലൽ ഇൻസാനി, ഒരാൾക്ക് ഹറാമാണ് പണിക്ക് പോകാതെ ഇരിക്കൽ, അല്ലദീ യഖ്ദിറു അലൈഹി, ഇവർക്ക് പണിയെടുക്കാൻ കഴിയും. പണിയെടുക്കാൻ കഴിഞ്ഞിട്ടും പണിയെടുക്കാൻ പോകാതെ ഇരിക്കുന്നത് ഒരു മനുഷ്യന് ഹറാമാണ്. ഇവന് പണിക്ക് പോകൽ ഇവനക്ക് ആവശ്യമുണ്ട്. കാരണം ഇവന് സ്വന്തം ജീവിതം കരുപിടിപ്പിക്കണം, ഇവന്റെ ഭാര്യയും മക്കളെയും പോറ്റണം, മാതാപിതാക്കളെ സഹായിക്കണം, ഇതിനൊക്കെ ആവശ്യമാണ്. പണിക്ക് പോകൽ ആവശ്യമാണ്, ഇവന് പണിയെടുക്കാൻ കഴിയും. എന്നിരിക്കവേ പണിയെടുക്കാതിരിക്കുന്നത് ഹറാമാണ്. അവന്റെ സ്വന്തത്തെയും അവന്റെ ആശ്രിതരെയും പാഴ്വസ്തുക്കളായി ഒന്നിനും ശേഷിയില്ലാത്ത അവരെ പാഴാക്കി കളയുന്ന വിധത്തിൽ അവരെ ആക്കുന്നത് ഹറാമാണ്. എന്താ അവസ്ഥ? ഒന്നും കിട്ടാതിരുന്നാൽ പിന്നെ എളുപ്പമാർഗം എന്തെങ്കിലും വല്ലതും തരണേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് കയ്യും കാട്ടി ഇങ്ങനെ വരിക. മനുഷ്യരുടെ കയ്യിലേക്കുള്ളത് എന്ത് നോക്കിയിട്ട് അത് ഇങ്ങനെ വസൂലാക്കുക, പണിയെടുക്കാതെ പണം ഉണ്ടാക്കുക, ഇങ്ങനെ യാചിക്കുക. ഈ ഒരവസ്ഥയും തന്നെയും തന്റെ കുടുംബത്തെയും ആശ്രിതരെയും ആക്കി വിടുന്നതല്ല ശരി. അങ്ങനെ ആക്കി വിടരുത്, അത് ഹറാമാണ്. ഇന്നിപ്പോ യാചനയുടെ മേഖല അല്ലാതെ വ്യാപിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ചൂഷണങ്ങളും വരുന്നുണ്ട്. നോമ്പിനൊക്കെ നന്നായിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പണിയെടുക്കാൻ കഴിയുന്ന ആളുകൾ പണിയെടുക്കാൻ ആവശ്യമുണ്ടായിരിക്കവേ പണിയെടുക്കാൻ പോകാതിരുന്നിട്ട് ഇങ്ങനെ യാചിച്ച് നടക്കുന്നത് ഹറാമാണ്. തിരുനബി പഠിപ്പിച്ചു, ഒരു മനുഷ്യന് കുറ്റകരമാകാൻ ധാരാളം മതിയായതാണ് അവന്റെ ആശ്രിതർക്ക് പണിയെടുത്തിട്ട് അവരുടെ ആഹാരത്തിന് വക കണ്ടെത്താതെ അവരെ പാഴാക്കുന്നത് വലിയ തെറ്റാണ് എന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു. പിന്നെ അമ്പിയാക്കളുടെ ഒരു തവക്കുലാണ്. അവരീ പറയപ്പെട്ട ദുനിയാവിന്റെ ബന്ധങ്ങളൊക്കെ ആയിട്ട് ടച്ച് ഇല്ലാതെയുള്ള തവക്കുലാണ്. അതാണ് ടോപ്പ് തവക്കുൽ. ആ തവക്കുലിന് വലിയ മഹത്വമാണ്. അത് നമുക്ക് സാധ്യമല്ല, അമ്പിയാക്കൾക്കൊക്കെ കഴിയും. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി, തവക്കുലിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ ഒരാൾക്ക് തവക്കുൽ ചെയ്യാൻ കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ ചെയ്യുമെന്ന പക്ഷം ലറസഖക്കും, അള്ളാഹു നിങ്ങൾക്ക് റിസ്ഖ് തരും. കമാ യർസുഖു തൈറ, പക്ഷികൾക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നില്ലേ? അവർ കൂലി വേലയ്ക്ക് പോകുന്നുണ്ടോ? പിന്നെ ഗവൺമെന്റ് ജോലി ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേ? ഒട്ടിയ വയറുമായിട്ടാണ് രാവിലെ ആ പക്ഷികൾ പുറപ്പെടുന്നത്. നിറവയറുമായിട്ടാണ് വൈകിട്ട് ആ പക്ഷി കൂടണയുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഭക്ഷണം തരും പടച്ചവൻ. പക്ഷെ തവക്കുലിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളതിൻ്റെയൊക്കെ താഴെ മിഡിൽ ലെവലിൽ നമ്മൾ ദുനിയാവിന്റെ കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലാഹുവിൽ ആരെങ്കിലും ഭരമേൽപ്പിച്ചാൽ അവൻ ധാരാളം, അവന് മതിയായവനാണ്. അവന്റെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. എല്ലാത്തിനും അള്ളാഹു തലത്തിലെ നിശ്ചയങ്ങൾ, ചില അളവുകൾ, ചില പരിധികൾ എല്ലാം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നുകൂടി അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. മനസ്സെപ്പോഴും അള്ളാഹുവിലേക്ക് ടച്ച് ചെയ്തുകൊണ്ടാവണം, ബന്ധപ്പെട്ടുകൊണ്ടാവണം. കൂടുതൽ അള്ളാഹുവുമായി ബന്ധപ്പെടാനുള്ള സുവർണാവസരമാണ്
വിശുദ്ധ റമദാൻ അടുത്ത ദിവസം നമ്മളിലേക്ക് വരാനുള്ളത്. അത് പുഷ്കലമാക്കാൻ, വേണ്ടതുപോലെ സമ്പന്നമാക്കാൻ നമ്മളൊക്കെ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ نعم المولى ونعم النصير غفرانك ربنا وإليك المصير والحمد لله رب العالمين.